ഗംഗേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാരും നമ്മുടെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ആദിയുടെ സ്കൂളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആദിയും കിരണും നല്ല സുഹൃത്തുക്കളാകുകയാണ്. സുഹൃത്തുക്കളാകുമ്പോൾ നമ്മുടെ ചിപ്പിയാണ് അതിന് മുൻകൈ എടുത്തതെല്ലാം സെറ്റാക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൾ ഇത് കാണുന്നുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൾ ചെന്നിട്ട് നമ്മുടെ സൂരജിനോട് ചോദിക്കും, ഇതെങ്ങനെ സംഭവിച്ചെന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയാം അത് ചിപ്പി കാരണമാണ്. ചിപ്പി കിരണിനോട് ആദ്യം പറഞ്ഞു, പിന്നെ ആദ്യയോട് സംസാരിച്ചു. അങ്ങനെ അവർ നല്ല സുഹൃത്തുക്കളായി. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ പ്രിൻസിപ്പൾ തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ്, ശരിയാണ്, വീട്ടിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് വീട്ടിൽ നല്ല മാതൃകയാണെങ്കിൽ കുഞ്ഞുങ്ങളും അതുപോലെ ആകുമെന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് നമ്മുടെ സുചിത്രയും വിനോദിനെയും കാണിക്കുകയാണ്. വിനോദ് കല്യാണക്കാര്യങ്ങൾ പറയാൻ സുചിത്രയോട് പറയുന്നു, നീ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുന്നു. ഞാൻ ഇത്ര നേരം സംസാരിച്ച് നീ എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിക്കുന്നു. നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ അവൾ പറയും, നമ്മുടെ രണ്ട് വീട്ടുകാരും വിശ്വാസങ്ങളുടെ പുറത്താണ് ജീവിക്കുന്നത്, അതിനെതിരായി നിന്ന് കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടാകും എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ വിനോദ് പറയുകയാണ്, നീ ഓരോരോ ന്യായങ്ങൾ പറയുകയാണ്, നിന്നെ എനിക്കിഷ്ടമല്ല, അതുകൊണ്ടല്ലേ, നിന്നെ എനിക്ക് വേണ്ട, നീ എന്നെ ഒഴിവാക്കുകയല്ലേ എന്നൊക്കെ വിനോദ് പറയുകയാണ്. അപ്പോൾ പറയാം, എനിക്കും അറിയാം എന്ത് തീരുമാനം എടുക്കണമെന്ന്, എൻ്റെ ലൈഫിൽ നീ മാത്രമേ ഉള്ളൂ, നിന്നെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയുകയാണ്. എന്നിട്ട് പറയും, ഞാൻ പോവുകയാണ്, നിൻ്റെ അവസാന തീരുമാനം കല്യാണം തന്നെ ആയിരിക്കണം, ഇല്ലെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്നും പറഞ്ഞ് വിനോദ് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ സുചിത്ര വിഷമിച്ച് നിൽക്കുകയാണ്. പിന്നീട് നമ്മുടെ ലയ ആണെങ്കിൽ ഈ ഇഷിതേനെ കാണാൻ വേണ്ടി ഇഷിതയുടെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലേക്ക് ചെല്ലുകയാണ്. ഇഷിത കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലയ വന്നിട്ട് ഇഷിതയെ ഫുള്ള് നാണം കെടുത്തുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ കൂടുന്നു. അപ്പോൾ ആൾക്കാരോടൊക്കെ പറയുന്നു, ഇവളെൻ്റെ കുഞ്ഞിനെ കൊന്നു, എനിക്കിനി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയത്തില്ല, അത് ഇവള് കാരണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ സ്റ്റാഫൊക്കെ പറയുന്നു, മേഡം പൊക്കോളൂ, ഞങ്ങൾ പറഞ്ഞു വിട്ടോളാം എന്ന് പറയുന്നു. അങ്ങനെ ഇഷിത അകത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ലയ വന്നിട്ട് ഇഷിതയുടെ കയ്യിൽ അങ്ങ് പിടിക്കും, തല്ലാൻ വേണ്ടി ഇറങ്ങും. പെട്ടെന്നാണ് മാധവ് വരുന്നത്. മാധവ് വന്നിട്ട് ലയനെ പിടിച്ചു മാറ്റും. നീ എന്തായി കാണിക്കുന്നതെന്ന് ചോദിക്കും. നീ ഇനി കൂടുതൽ കളിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഒരടി അവിടുന്ന് കൊടുക്കുകയാണ്. പോയി കാറിൽ കയറടി എന്ന് പറയും. അങ്ങനെ ലയ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ മാധവ് ഡോക്ടർ സോറി എന്ന് പറയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരോടും സോറി പറയുകയാണ്. സോറി പറയുമ്പോൾ നമ്മുടെ മാധവ് പറയും, അവൾക്ക് ഇങ്ങനെ കുഞ്ഞ് അബോട്ടായി പോയതിലുള്ള ഒരു മാനസിക സംഘർഷത്തിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ നമ്മുടെ അവിടെ ഇഷിത പറയും, ഇഷിത ഒന്നും മിണ്ടാതെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാനാണ്. മാധവ് വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ലയ ദേഷ്യപ്പെട്ട് വീടിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ആ സമയത്താണ് നമ്മുടെ ആശു അവിടെ നിൽക്കുന്നത്. ആശു ചോദിക്കും, എന്താ മാധവ് പറ്റിയെന്ന് ചോദിക്കും. ലയ എവിടെ പോയതാണെന്ന് ചോദിക്കുക. അപ്പം മാധവ് പറയും, ഇടത്തേക്ക് മനസ്സിലായില്ല എവിടെ പോയതാണെന്ന്. അപ്പം ആശു ചോദിക്കും, ഇഷിതയുടെ അടുത്താണോ എന്ന് ചോദിക്കുക. അത് തന്നെ എന്ന് പറയും. അപ്പോൾ അവിടെ നശിപ്പിക്കാനാണ് ഇവളുടെ പ്ലാൻ എന്ന് പറയും. അപ്പോൾ ഈ ലയ ഇത് മുകളിൽ നിന്ന് കേൾക്കുകയാണ്. അപ്പോൾ പറയാം, അതെ, ഇനി ഞാൻ ഇത് തന്നെ ചെയ്യും എന്ന് പറയും, ഞാൻ കാണിച്ചു തരാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ താഴേക്ക് ഇറങ്ങി വരും. മാധവ് പറയും, നീ കൂടുതൽ കളിക്കില്ല, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് പറയും. നീ എന്ത് ചെയ്യടാന്നൊക്കെ മാധവനോട് ചോദിക്കും. അപ്പോൾ പറയും, ഞാൻ കാണിച്ചു തരാം, അവളെ സ്വാമി പറഞ്ഞിട്ടുണ്ട് അവളെ കൊണ്ട് ചോര തുപ്പിക്കുമെന്ന്, അതുകൊണ്ട് ഞാൻ അതിന് തന്നെ നിൽക്കുമെന്ന് പറയും. അപ്പോൾ സ്വാമി എൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ലയ ഇങ്ങനെ കയറിപ്പോവുകയാണ്. അങ്ങനെ മാധവ് പോയി ഒരു സോഫയിലിരിക്കുകയാണ്. സോഫയിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ആശു അങ്ങോട്ട് ചെല്ലുകയാണ്. ഏട്ടത്തി പറയുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയും. അപ്പോൾ പറയും, ആശു പറയും, ആ സ്വാമിയിലാണ് അവൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്, ആ സ്വാമി കൊടുക്കുന്ന തീർത്ഥത്തിൽ എന്തോ ഇതുണ്ട്, വീണ്ടും വീണ്ടും ചെല്ലാനുള്ള എന്തോ ഇത് തട്ടിപ്പാണ്. ശരിക്കും ഒരു സ്വാമിയും രക്തം ചിറ്റിക്കാൻ വേണ്ടി പറയുകയില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ മാധവ് പറയും, അത് ശരിയാണ് എന്ന് പറയും. അപ്പം ഏട്ടത്തി അയാളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയും. അങ്ങനെ മാധവ് ഫോട്ടോ കാണിക്കുകയാണ്. ഫോട്ടോ കാണിക്കുന്ന നമ്മുടെ ആശു ഞെട്ടിത്തരിക്കുകയാണ്. കാരണം അത് കൈലാസിൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ പെട്ടെന്ന് ആശു പറയും, ഇത് മഞ്ജുമേച്ചിയുടെ ഭർത്താവാണെന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടില്ലേ മഹേഷിൻ്റെ അളിയൻ. അപ്പം മാധവ് ഞെട്ടിപ്പോകുന്നു. ഇത് അവൻ തന്നെ എന്ന് പറയും. അവനാണ് അവരുടെ ജീവിതം തകർത്തതെന്ന് പറയും, സുചിത്രയുടെ ജീവിതം. അപ്പം മാധവ് പറയും, പെട്ടെന്ന് തന്നെ ഇഷിതേനെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ പറയും, എന്നിട്ട് ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയും. അപ്പോൾ ആശു പറയും, ഇപ്പം മാധവ് ഒന്നും ചെയ്യല്ല, ഞാൻ ആശുവിനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ആശു അങ്ങോട്ടേക്ക് പോവുകയാണ്. മാധവ് ഇങ്ങനെ ആലോചിക്കുന്ന സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിലാണെങ്കിൽ ആശുവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നു. ആശു ഞെട്ടുന്നു. അതുപോലെ മഹേഷ് തിരിച്ചു വരുന്നു. പിന്നെ മഹേഷിൻ്റെ ഇഷിതയുടെയും നല്ല എന്താ പറയുക, നല്ല പ്രണയ മുഹൂർത്തങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. പിന്നീട് ഇവർ 3 പേരും കൂടി കൈലാസ ആശ്രമത്തിലേക്ക് ചെല്ലുന്ന എപ്പിസോഡൊക്കെയാണ് നാളെ ഉള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.